തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധമായി മാറി പെരുന്നാൾ സൗഹൃദ സംഗമം. ലഹരി ഉപയോഗത്തിനെതിരെ നാടിനെ ഒരുമിപ്പിക്കുവാനും ജാഗ്രതയോടെ നേരിടാനും ലക്ഷ്യമിട്ട് വെന്നിയൂർ നാസർ ഉലൂം മദ്രസയിൽ നടത്തിയ സംഗമമാണ് ലഹരി വിരുദ്ധ സന്ദേശം പകർന്ന് ശ്രദ്ധേയമായത്. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം വിദ്യാർത്ഥികളും യുവജനങ്ങളും നാട്ടുകാരണവന്മാരും ഉൾപ്പെടെ ഉള്ളവരാണ് സംഗമത്തിൽ അണിചേർന്നത്. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 100ഓളം പേർ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ലഹരിയുടെ വിപത്തുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തി. ലഹരി മാഫിയകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുവാനും നാടിനെ സംരക്ഷിക്കുവാനുമുള്ള പ്രഖ്യാപനങ്ങൾക്ക് കൂടി സംഗമം വേദിയായി. SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് NM സൈനുദ്ദീൻ സക്കാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു. P. മുഹമ്മദ് ഹസൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനായി പ്രതിജ്ഞ ചെയ്യുന്നു. KV മൊയ്തീൻകുട്ടി ഹാജി, NM അബ്ദുറഹ്മാൻ, പറമ്പിൽ മൊയ്തീൻകുട്ടി, MP അബ്ദുസമദ, AT നാസർ ഹാജി, സാലി KP, ഉമ്മർ മുക്താർ, റാഫി ആമക്കുളം, അഷ്റഫ് UK, MP മുഹമ്മദ് കുട്ടി സക്കാഫി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.